വർദ്ധിച്ചുവരുന്ന വിഭജന മനസ്ഥിതിയിൽ ആശങ്ക. മണിപ്പൂർ ഭയപ്പെടുത്തുന്നുവെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. മണിപ്പൂരിൽ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നത് ഭയപ്പെടുത്തുന്നുവെന്നും ഭാരതത്തിൽ വർദ്ധിച്ചുവരുന്ന വിഭജന മനസ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അഭിപ്രായപ്പെട്ടു. CBCIയുടെ 36ാം ജനറൽ ബോഡി മീറ്റിംഗിന്റെ സമാപനത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലായിരുന്നു പരാമർശം. വർദ്ധിച്ചുവരുന്ന വിഭജന മനസ്ഥിതിയും വിദ്വേഷ പ്രസംഗങ്ങളും മൗലികവാദ നീക്കങ്ങളും രാജ്യത്തിന്റെയും ഭരണഘടനയ്ക്കും സവിശേഷമായ ബഹുസ്വരതയ്ക്കും മതേതരത്തിനുമേൽ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. മണിപ്പൂരിൽ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നത് ഭയപ്പെടുത്തുന്നുവെന്നും ഭരണാധികാരികൾ ഭരണഘടനയുടെ ആമുഖം നൽകുന്ന ഉറപ്പുകൾ പാലിക്കണമെന്നും മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി. ഇന്റർനെറ്റ് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം. കർദിനാൾ പ്രവാസി. ആഗോള സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായ ഫെബ്രുവരി 6-ാം തീയതി ഇറ്റാലിയൻ ദൃശ്യമാധ്യമമായ TV Duemയിലേക്ക് അനുവദിച്ച അഭിമുഖ സംഭാഷണത്തിൽ പൊന്തിഫിക്കൽ സാംസ്കാരിക കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് കർദിനാൾ ജാൻഫ്രാങ്കോ റവാസി ഇന്റർനെറ്റിന്റെ ഉത്തരവാദിത്തപൂർണമായ ഉപയോഗവും അതിനായുള്ള വിദ്യാഭ്യാസവും അടിവരയിട്ട് സംസാരിച്ചു. ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധിയുടെ നിനയ്ക്കാത്ത ഒരു ചക്രവാളം തുറക്കപ്പെട്ട സാഹചര്യത്തിൽ ഉത്തരവാദിത്തപൂർണമായ ഇന്റർനെറ്റ് ഉപയോഗത്തിന് കുടുംബങ്ങളും സ്കൂളുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും സഭയുമെല്ലാം കൂട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വിശാലമായ ഈ ഇന്റർനെറ്റ് ലോകത്ത് ഉത്തരവാദിത്തപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വിദ്യാഭ്യാസ രംഗത്ത് അനുയോജ്യമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഇതിനു നാം ബാധ്യസ്ഥരാണെന്നും കർദിനാൾ വ്യക്തമാക്കി. ഒരു വ്യക്തിയുടെ നിർണായക കഴിവുകൾ പുറത്തെടുക്കുന്നതിന് സഹായിക്കുന്ന വിദ്യാഭ്യാസ രംഗങ്ങൾ സാങ്കേതികകളേക്കാൾ സാമൂഹികപരമാകുവാനും അതിനായി സഭയുടെ കൂടുതൽ പിന്തുണയും കർദിനാൾ ആഹ്വാനം ചെയ്തു. ഗാസയിലെ ജനങ്ങളോട് സാമീപ്യം അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫെബ്രുവരി 7-ാം തീയതിയിലെ പൊതുകൂടിക്കാഴ്ചയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഫ്രാൻസിസ് പാപ്പ ജെറുസലേമിലെ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാപ്റ്റിസ്റ്റ പിസബെല്ലയെ ഫോണിൽ ബന്ധപ്പെട്ട് ഗാസയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി. ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായുള്ള തന്റെ പ്രാർത്ഥനകൾ പാപ്പ അറിയിച്ചു. യുദ്ധക്കെടുതിയാൽ വലയുന്ന ജനതയെപ്പറ്റി വ്യക്തിപരമായ കത്തുകളും ഫോൺ കോളുകൾ മുഖേനയും നേരിട്ട് മനസ്സിലാക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ മാനുഷിക പരിഗണന ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നതാണ് ഫെബ്രുവരി 7-ാം തീയതി കർദിനാൾ പിയർ ബാപ്റ്റിസ്റ്റ പിസബെല്ലയുമായി നടത്തിയ ഫോൺ സംഭാഷണം. ഔദ്യോഗികത ഒട്ടുമില്ലാത്ത സംഭാഷണത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഗാസയിലെ തിരുകുടുംബ ഇടവക ദൈവാലയത്തിന്റെ സ്ഥിതികളെപ്പറ്റിയായിരുന്നു. ധാരാളം അഭയാർത്ഥികൾക്കു സഹായം നൽകുന്ന ഇടവകയിൽ യുദ്ധത്തിന്റെ മൂർധന്യത ഉണ്ടാക്കുന്ന ക്ഷാമം പരിശുദ്ധ പിതാവ് ചോദിച്ചു മനസ്സിലാക്കി. കൃഷിയിടങ്ങളിൽ വിവേചനം അനുഭവിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് സഹായവുമായി ICC. ഏതാനും മാസങ്ങളായി ഛത്തീസ്ഗഡിലെ കർഷകരായ ക്രൈസ്തവർക്കു നേരെ അവരുടെ വിളകൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കൃഷിമേഖലയിൽ അക്രമങ്ങളെ നേരിടുന്ന ക്രൈസ്തവരെ സഹായിക്കുകയാണ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന സംഘടന. നാളുകളായി ഛത്തീസ്ഗഡിലെ ക്രൈസ്തവരായ കർഷകർ നേരിടുന്ന പ്രശ്നമാണ് ഇവർ അധ്വാനിച്ചുണ്ടാക്കുന്ന വിളകൾ നശിപ്പിച്ചു കളയുന്നത്. തൽഫലമായി പല കർഷക കുടുംബങ്ങളും പട്ടിണിയിലായി. പുതിയ കൃഷി ഇറക്കാൻ ആവശ്യമായ വിത്തുകളോ വളമോ അതിനു മുടക്കാൻ പണമോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന അനേകം കർഷകർക്കാണ് ICC ഇപ്പോൾ ആശ്വാസമായി മാറിയത്. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ കമ്മ്യൂണിറ്റിയിലെ 50 കർഷകർക്ക് അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വിത്തും വളവും വാങ്ങിക്കാൻ സഹായിച്ചു. തൽഫലമായി അവർക്ക് വീണ്ടും തങ്ങളുടെ വരുമാനമാർഗം കണ്ടെത്താൻ കഴിഞ്ഞു. എങ്കിലും തുടർ അക്രമങ്ങളുടെ ഭീതിയിലാണ് ഇവർ. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന വർദ്ധിച്ചുവരുന്ന മതപീഡനം വലിയൊരു ആശങ്കയായി മാറിയിരിക്കുകയാണ്. വിശുദ്ധനാട് അക്രമാസക്തമായ അരാജകത്വം നിറഞ്ഞ പ്രദേശമായി. സന്ദേശത്തിന് പിന്നാലെ CRS മേധാവി. വിശുദ്ധനാട് അക്രമാസക്തമായ അരാജകത്വത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രദേശമായി മാറിയതായി കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കത്തോലിക് റിലീഫ് സർവീസസിന്റെ മേധാവി സീൻ കാലഹാൻ കഴിഞ്ഞ ദിവസം വിശുദ്ധനാട് സന്ദർശിച്ചതിനു ശേഷം കത്തോലിക് ന്യൂസ് ഏജൻസിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധ നാട്ടിലേക്കുള്ള സന്ദർശനം അക്രമാസക്തമായ അരാജകത്വത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രദേശമാണ് തനിക്ക് കാണിച്ചു തന്നതെന്നും എന്നാൽ പ്രതീക്ഷയും പ്രതിരോധവും നിറഞ്ഞ ആളുകൾ ഇവിടെയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CRSന്റെ പങ്കാളികളുമായി ബന്ധപ്പെടുകയും സഹായം എവിടെയെന്നൊക്കെ ആവശ്യമാണെന്ന് വിലയിരുത്തുകയും ചെയ്യുക എന്നതായിരുന്നു തങ്ങളുടെ യാത്രയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിലെ എല്ലാവരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും എല്ലാവരെയും പിന്തുണയ്ക്കാൻ തങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്നും സഭ പ്രതികരിക്കേണ്ടത് എന്താണെന്നും ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നുവെന്നും
CRSന്റെ ആഗോള ദുരിതാശ്വാസ ദൗത്യങ്ങളിലെ നിരവധി പങ്കാളികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയെന്നും സീൻ കാർലഹാൻ വെളിപ്പെടുത്തി.